18-ാം നൂറ്റാണ്ടിൽ, അതായത് ഏകദേശം 1770-ൽ ഒട്ടോമൻ ഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഈ മെസ്സി ബ്രിഡ്ജ്. കീർ നദിക്ക് കുറുകെയുള്ള ഈ കല്ലുപാലത്തിന് 13 കമാനങ്ങളുണ്ട്. പഴയകാലത്തെ മികച്ച വാസ്തുവിദ്യയുടെ അടയാളമായ ഈ പാലം നമ്മളെ ഒരു നൂറ്റാണ്ട് പുറകോട്ട് കൊണ്ടുപോകും. അടുത്തത് അൽബേനിയയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്, കൊമാനി ലേക്ക്. രണ്ടു വശത്തും തലയുയർത്തി നിൽക്കുന്ന കൂറ്റൻ മലനിരകളും അതിനിടയിലൂടെയുള്ള ബോട്ട് യാത്രയും കൂടെ ഒരു വൈബ്രന്റ് ടീമും ഉണ്ടെങ്കിൽ കൊമാനി ലേക്ക് യാത്ര അടിപൊളിയായിരിക്കും. പാട്ടും ഡാൻസുമായി ട്രിപ്പ് കളറാണ്. B4 ബാക്ക് പാക്കേഴ്സ് ആണ് ഞങ്ങളുടെ ഈ ട്രിപ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. കൊമാനി തടാക തീരത്തുള്ള റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ച് അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇനി നേരെ ഞങ്ങൾ അൽബേനിയയുടെ തലസ്ഥാനമായ തിരാനയിലേക്കാണ് പോയത്. ഇവിടുത്തെ സ്കന്ദർബഗ് സ്ക്വയർ ആണ് നഗരത്തിന്റെ ഹൃദയം. ചുറ്റും ഒട്ടനവധി ചരിത്ര സ്മാരകങ്ങളും മ്യൂസിയങ്ങളും ഒപ്പം വളരെ വൈബ്രന്റ് ആയ കഫേകളും കാണാം. തിരാന നഗരത്തിന്റെ നടുവിലുള്ള ഈ വലിയ പിരമിഡ് കണ്ടോ? 1988-ൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായിരുന്ന എൻവർ ഹോജയുടെ സ്മരണാർത്ഥം ഒരു മ്യൂസിയമായി പണിതതാണിത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം തകർന്നു കിടന്ന ഈ കെട്ടിടത്തെ അടുത്തിടെയാണ് മനോഹരമായി നവീകരിച്ചത്. കാണാത്ത കാഴ്ചകളും അറിയാത്ത ചരിത്രങ്ങളുമായി അൽബേനിയ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കും. അൽബേനിയൻ കാഴ്ചകൾ അവസാനിച്ചിട്ടില്ല. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.